തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ മത്തനില കറിയാണ് തയ്യാറാക്കുന്നത്. മത്തനില താളിപ്പെന്ന് പറയും. ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ വർഷകാലം ആയതുകൊണ്ട് തന്നെ മത്തനില എല്ലാം ധാരാളം ആയിട്ടുണ്ടാകും. അപ്പോൾ മത്തങ്ങ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തളിരില പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മത്തനില ഇവിടെ പറിച്ച് നന്നായി കഴുകി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇതുപോലത്തെ ഉള്ള നരമ്പ് എടുക്കാതെ അതിനിടയിൽ നിന്ന് ഇതുപോലെ ഇപ്പം ഈ ഒരു ഭാഗം ഇട്ടാൽ അതിൻ്റെ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇല്ലാത്ത ഭാഗം ഇതുപോലെ ഇങ്ങനെ എടുക്കാം. ഇത്ര ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഞെരടിയിട്ടിടാം. അത് നമ്മുടെ ഇല നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കൈ കൊണ്ടൊന്ന് പിച്ചിട്ടാൽ മതി. കത്തി കൊണ്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തിരുമിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ചി ഇടാം. അപ്പം ഈ ഇല ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഞാനിത് കൈകൊണ്ട് ചെറുതായി പിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മത്തനില താളിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കറി വെക്കുമ്പോഴാണ് നമ്മുടെ മത്തനില നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മത്തനില കൊണ്ട് തോരനും തയ്യാറാക്കാം. സാധാരണ നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് പോലെ ഇതുപോലെ മത്തനില റെഡിയാക്കി എടുത്തതിന് ശേഷം സാധാരണ തോരൻ വെക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാം. അല്ലാതെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ കഞ്ഞിവെള്ളം കൊണ്ടിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 അല്ലി ചുവന്നുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലും ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഇതുപോലെ കല്ലിൽ വെച്ച് ചതച്ചാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉപ്പിട്ട് ഉണ്ടാക്കിയ ചോറാണെങ്കിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിടാം. ഇപ്പോൾ ഞാൻ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ കഞ്ഞിവെള്ളം ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തങ്ങ ഇല ചേർത്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. ഇലക്കറികളൊന്നും അധികം വേവേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ഒന്ന് വേവട്ടെ. തിളച്ച് വരുമ്പോഴേക്ക് മൂടി മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ മൊത്തം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ പാത്രം ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 2 വറ്റൽമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി കടുക് താളിപ്പ് നമ്മുടെ മത്തനില താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.